അതെ അതെ അറിയാം. പക്ഷേ അത് ഇപ്പോൾ നമ്മൾ ഒരു ഈ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു പ്രഖ്യാപനമായിട്ട് വന്നതും. ഞങ്ങൾ 10-15 വീട്ടുകാർ ഇവിടെ ഒരു ബോർഡ് വെച്ചു. ഇപ്പോൾ ഈ നിലവിലെ ഈ സ്ഥിതി തുടരുകയാണെങ്കിൽ വോട്ട് ബഹിഷ്കരണം അതെ തന്നെ. അതെ നിലവിൽ സ്ഥിതി തുടരുകയാണെങ്കിൽ ഞങ്ങൾക്ക് അത് സ്വീകരിക്കേണ്ടി വരും. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലാണ് പ്രചരണമൊക്കെ തന്നെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഈ വോട്ടുറപ്പിക്കാനുള്ള തങ്ങൾക്ക് അനുകൂലമായ എല്ലാ വോട്ടുകളും പോൾ ചെയ്യിപ്പിക്കാനുള്ള അവസാനഘട്ട ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികളും അതുപോലെ പാർട്ടികളും മുന്നണികളുമൊക്കെ. എന്നാൽ അതിനിടയിലാണ് കോഴിക്കോട് കുന്ദമംഗലത്ത് ഇതിന് വിരുദ്ധമായി ഒരു ബോർഡ്, ഫ്ലെക്സ് ബോർഡ് ശ്രദ്ധയിൽപ്പെടുന്നത്. ഇതിൽ കാണിക്കുന്നത് ഈ ചില പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വോട്ട് ചെയ്യേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയിരിക്കുകയാണ്. ഒരു 12ഓളം കുടുംബങ്ങൾ കോഴിക്കോട് കുന്ദമംഗലം 8-ാം വാർഡിലാണ് ഈ കുടുംബങ്ങൾ താമസിക്കുന്നത്. അവരുടെ പ്രദേശത്ത്, അവർ താമസിക്കുന്ന ഭാഗത്ത് ഈ ഒരു സ്വകാര്യ വ്യക്തി ഈ മഴവെള്ളത്തിൻ്റെ നീരൊഴുക്ക് പൂർണ്ണമായും തടഞ്ഞതിനെ തുടർന്ന് അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് നേരത്തെ തന്നെ പഞ്ചായത്തിനും അതുപോലെ ജനപ്രതിനിധികളോടും ഇവർ പരാതി പറഞ്ഞെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല. അങ്ങനെയാണ് ഇപ്പോൾ ഈ വോട്ട് ബഹിഷ്കരിക്കുന്ന തരത്തിലേക്ക് ഒരു തീരുമാനം ഇവർ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ അവർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ വോട്ട് ബഹിഷ്കരിക്കാനൊരു തീരുമാനം എടുത്തത്? കാരണം ഇത് ഞങ്ങളുടെ വീടിൻ്റെ ഭാഗത്തൂടി പോകുന്ന മഴവെള്ളം, അതൊരു സ്വകാര്യ വ്യക്തി അവിടെ കല്ലും മണ്ണിട്ട് ബ്ലോക്ക് ചെയ്തതാണ്. ഈ ബ്ലോക്ക് ചെയ്ത സ്ഥലം അദ്ദേഹത്തിൻ്റെതാണ് നമ്മൾ പറഞ്ഞിരുന്നത്. പക്ഷേ നോക്കുമ്പോൾ അത് പഞ്ചായത്ത് ആസ്തി രേഖയുള്ള നീർച്ചാലാണ്. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്, കേസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ പഞ്ചായത്ത് അധികൃതർ ഞങ്ങളെ വിളിച്ചിട്ട് ഒരു മീറ്റിംഗ് നടത്തിയിരുന്നു. ആ മീറ്റിങ്ങിൽ ഞങ്ങളോട് ഏതാനും ദിവസത്തിനകം അത് ക്ലിയറാക്കുമെന്നും അത് പൂർവ്വസ്ഥിതിയിലാക്കുമെന്നൊക്കെ ഉറപ്പ് നൽകിയാണ്. അതിൻ്റെ രേഖയൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്, ഈ വിവരാവകാശത്തിലെടുത്ത്. പക്ഷേ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളൊരു തീരുമാനം പറഞ്ഞത്, വോട്ട് ബഹിഷ്കരിക്കും. ആളുകളോട് നേരത്തെ ഈ സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് മെമ്പറോട് പറഞ്ഞിരുന്നു. പക്ഷേ പഞ്ചായത്ത് മെമ്പർ ഇത് വേണ്ടത്ര താല്പര്യം കാണിച്ചിട്ടില്ല. എന്തായെന്ന് മനസ്സിലാവുന്നില്ല. പിന്നെ ഭരണസമിതിയിലൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പരാതി പഞ്ചായത്തിനും അതുപോലെ തന്നെ അതിൻ്റെ മുകളിലേക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട്. വോട്ട് ബഹിഷ്കരണം എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുമ്പോൾ ചെയ്യാൻ പാടില്ലാത്തതാണ്. അപ്പോൾ അതെ 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 അറിയാം. പക്ഷേ അത് ഇപ്പോൾ നമ്മൾ ഒരു ഈ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു പ്രഖ്യാപനമായിട്ട് വന്നതും. ഞങ്ങൾ 10-15 വീട്ടുകാർ ഇവിടെ ഒരു ബോർഡ് വെച്ചു. ഇപ്പോൾ ഈ നിലവിലെ ഈ സ്ഥിതി തുടരുകയാണെങ്കിൽ വോട്ട് ബഹിഷ്കരണം അതെ അതെ നിലവിൽ സ്ഥിതി തുടരുകയാണെങ്കിൽ ഞങ്ങൾക്ക് അത് സ്വീകരിക്കേണ്ടി വരും. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. കാരണം ഇങ്ങനെ ഒരു ബ്ലോക്ക് ഉണ്ടാകുകയാണല്ലോ. ഒരു അവസരം കിട്ടി തെരഞ്ഞെടുപ്പ് സമയത്ത്, അല്ലാത്ത സമയത്ത് അവർ വാഗ്ദാനം നൽകി പോകുമല്ലോ. അപ്പോൾ ഈ സമയത്ത് ഞങ്ങൾക്ക് അവരെ ഉണർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പറയുന്നത് അവരുടെ ജീവിതം ദുസ്സഹമാക്കുന്ന ഈ വെള്ളക്കെട്ടടക്കമുള്ള കാര്യങ്ങൾക്കൊരു പരിഹാരം കാണാൻ അധികൃതർ തയ്യാറായില്ലെങ്കിൽ പൂർണ്ണമായും വോട്ട് ബഹിഷ്കരിച്ച് പ്രതിഷേധിക്കാൻ തന്നെയാണ് ഈ 12 കുടുംബങ്ങളും തീരുമാനിച്ചിരിക്കുന്നത്. ക്യാമറാമാൻ ഷാനു ഞെട്ടിക്കുളത്തിനൊപ്പം സലാം മുഹമ്മദ്, മീഡിയ 1 കോഴിക്കോട്.